ഹലോ ചെങ്ങൈമാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ദി ലാസ്റ്റ് ഡേ ഓഫ് ദി സ്റ്റോർ, അങ്ങനെ അതായത് ആ മുമ്പ് നിന്ന ഷോപ്പിലെ ലാസ്റ്റ് ഡേ അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് എന്താ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പുതിയതായിട്ട് വന്ന ഷോപ്പിലെ വീഡിയോ ആണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, വലിച്ചു നീട്ടിയിട്ടുള്ള വീഡിയോ അല്ല. അപ്പോൾ എന്താ ചെയ്യുക, എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ ചെയ്യുക. ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എൻട്രൻസിലേക്ക് കയറി പോകുമ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ എൻട്രൻസ്. വലിയ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, അതേപോലെ ഇവിടെ നമ്മുടെ ഷോപ്പിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വലുതാക്കി പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഓഫറിൻ്റെ പേപ്പറുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ ഷോപ്പിലേക്ക് കയറി പോകുന്ന വഴി. സ്റ്റെപ്പാണ്, ഇവിടെ ലിഫ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ തന്നെ നല്ല ഡിസ്പ്ലേ ബോർഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുകൂടെ കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ സപ്ലയർ വന്നിട്ടുണ്ട്. അൽമറായിൻ്റെ സപ്ലയറാണ് ഇത്. ചെറിയൊരു കസ്റ്റമർ സർവീസ്. ഇതാണ് നമ്മുടെ ഓഫീസ് കാര്യങ്ങൾ. കയറി വരുമ്പോൾ തന്നെ ഒരു ചായ മെഷീൻ കാണാം. ഇതാണ് നമ്മുടെ ക്യാഷ്യേഴ്സ്. ഇത് നമ്മുടെ സ്വന്തം ക്യാഷ്യർ അസ്ലു. ഒരു ഹായ്. ഇത് നമ്മുടെ സെക്യൂരിറ്റി രാജു. ഒരു ഹായ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നമ്മുടെ അൽമാറായിൻ്റെ ബായ്. ഒരു ഹായ് പറയും. ഇതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഫസ്റ്റ് കയറി വരുമ്പം തന്നെ നോൺ ഫുഡിൻ്റെയൊക്കെ ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഒരു ഹൈ പറയടാ. ഇതാണ് ജാനിഷ്, ഫ്രോസൺ സെക്ഷൻ്റെ സ്വന്തം മുത്ത്. കഴിഞ്ഞിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ നേരെ കാണുന്നതാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജ് സെക്ഷൻ. ഇതാണ് നമ്മുടെ സ്വന്തം സൂപ്പർവൈസറെ സിദ്ദീഖ് ഭായ്. ഒരു ഹായ് പറ. ഹായ്, അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഡെയിലി സെക്ഷനാണ്. ഇത് നമ്മുടെ സ്വന്തം ക്ലീനിങ് സ്റ്റാഫ് വിശാൽ. ഒരു ഹായ്. ഇതിങ്ങനെ കഴിഞ്ഞ് ബുച്ചറി സെക്ഷൻ്റെ ആളിപ്പോൾ ഇവിടെ അല്ല. രണ്ട് സൈഡും ഫിഷാണ്, അല്ല വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളിൻ്റെ സെക്ഷനാണ്. പിന്നെ നടക്കുന്നത് ഇത് നമ്മുടെ ഫിഷിൻ്റെ സെക്ഷനാണ്. ഒരുപാട് മീനുകൾ കാര്യങ്ങളുണ്ട്. ഇതാണ് ഫിഷിൻ്റെ മുദീർ. എന്തായിരുന്നു പേര്? ജംഷീർ ഭായ്. ഫിഷ് കിട്ടുന്ന മെഷീന് കാര്യങ്ങൾ, ഒരുപാട് തരം ഫിഷുകളുണ്ട്. ബുച്ചറി സെക്ഷൻ സ്റ്റാഫ് ഇപ്പോൾ അവിടെ അല്ല. പിന്നെ അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രോസൺ ആൻഡ് ഡയറി സെക്ഷൻസാണ്. അതായത് പാല് കാര്യങ്ങൾ, ചിക്കന് കാര്യങ്ങൾ, അതൊക്കെയാണ് ഈ ഒരു സൈഡിലുള്ള ചെറിയ ഷോപ്പാണ്, വലിയ ഷോപ്പൊന്നുമല്ല. പിന്നെ അതേപോലെ ഫുഡ് സെക്ഷൻ്റെ ഷെൽഫാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ ശ്രീലങ്കൻ സെക്യൂരിറ്റി ബായ്, നമ്മുടെ സ്വന്തം സാത്തർ. ഇത് ഫുഡ് സെക്ഷൻ്റെ അമരൻ അമിനാദ്. ഇതിങ്ങനെ പോയി. ഇത് നമ്മുടെ ഫ്രോസണിൻ്റെ സെക്ഷനാണ്. ഫ്രോസൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങൾ.
ഹോട്ട് ഫുഡ്. ഇതാണ് എൻ്റെ സെക്ഷൻ, റോസ്റ്ററി. അവിടത്തേനെക്കാട്ടിയും മുന്നത്തെ വീഡിയോയിൽ കാണിച്ച പഴയ ഷോപ്പിലെക്കാട്ടിയും കുറച്ചും കൂടി വലിയ സെക്ഷനാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഹോട്ട് ഫുഡ് സെക്ഷന്. നമ്മുടെ സ്വന്തം തൃശ്ശൂരുകാരൻ, ചാലക്കുടിക്കാരൻ ഡിക്സ എൻ്റെ ചങ്കും കരളുമാണ്. എന്താ പറയുക, എൻ്റെ എല്ലാ കാര്യത്തിനും ഈ ഷോപ്പിൽ എൻ്റെ കൂടെ ഉള്ളൊരു മുത്താണ്, ചക്കരയാണ്, ഉഡായിപ്പാണ്. അതെ. പിന്നെ ഇതാക്കുന്ന ഇതൊക്കെ നമ്മുടെ സ്വന്തം ചങ്കിൻ്റെ ഓർഡർ ചെയ്ത് വരുത്തിച്ച കേക്കുകളാണ്. കരാവിരുതുകൾ എന്ന് ഞാൻ പറയത്തില്ല, അവൻ്റെ കരാവിരുതുകൾ എന്ന് പറയുന്നത് ഇതാക്കുന്ന ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇതാക്കുന്ന നല്ല അടിപൊളി പഴംപൊരി ഉണ്ട്, ബ്രെഡ് പൊരിച്ചതുണ്ട്. ഇതൊക്കെയാണ് അവൻ്റെ കരാവിരുതുകൾ. പിന്നെ നെയ്ച്ചോറുണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാക്കുന്ന ഈ ഷവായ അവൻ്റെ കരാവിരുതാണ്. ഇതൊക്കെ തിന്നു നോക്കണം എന്നുള്ള കുവൈത്തിലുള്ളവർ വേണമെങ്കിൽ ഇതാക്കുന്ന നമ്മുടെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം, അങ്ങോട്ട് വരാം കേട്ടോ. നല്ല ബ്രോസ്റ്റ് വലിയ പീസ് ഉണ്ട്, തന്തൂരി ചിക്കൻ ഉണ്ട്. പിന്നെ ഈ മുട്ട പുഴുങ്ങി വെച്ചത് പോലും അവനാണ്. അതെ, ഇത് നമ്മുടെ ബക്കറ്റ് കോമ്പോൻ്റെ ഓഫർ കാര്യങ്ങൾ. അങ്ങനെ ചെറിയൊരു ഷോപ്പാണ് നമ്മളത്. എങ്ങനെ എന്താ പറയുക, ഒരു 2 മിനിറ്റ് കൊണ്ട് ഒരുവിധം എല്ലാ സാധനങ്ങളും കഴുകി കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണുള്ളത്. ബിസ്ക്കറ്റുകളോ കാര്യങ്ങൾ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് എല്ലാവർക്കും ആൾക്കാർക്ക് കഴുകി കിട്ടുന്ന രീതിയിലാണ് എല്ലാ സാധനങ്ങളും എന്ത് ചെയ്തിട്ടുള്ള സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞങ്ങളെ ഷോപ്പ് ചെറിയൊരു ഷോപ്പാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഷോപ്പ്. ഒരുപാട് ആൾക്കാർ കാണിച്ച്, കുറേ ആൾക്കാർ ഇനി വന്നിട്ടില്ല, കുറേ ആൾക്കാർ വീഡിയോയിൽ നിൽക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഓരോരുത്തരുടെ മൈൻഡാണല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഷോപ്പ് നല്ലോണം കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഞാൻ സ്പീഡാക്കി എടുത്ത് പോയതാണ്, വലിയ വലിച്ചു നീട്ടിയുള്ള വീഡിയോ അല്ല. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യമായിട്ട് ഷെയർ ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അപകടങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക. നമ്മളെക്കൊണ്ട് കഴിയുന്നിടത്തോളം നന്നാക്കും. വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇടണമെന്ന് വിചാരിക്കും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഇടണമെന്ന് വിചാരിക്കും. ടൈം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പം എന്ത് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം. അപ്പം പുതിയ വീഡിയോ വരേക്കും എല്ലാവർക്കും സലാം.